السلام عليكم ورحمة الله. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل محمد. റൗദത്തുൽ ഇൽമിലെ ബഹുമാനരായ പണ്ഡിതന്മാരെ, ജംഉം ഖസറും, അതായത് യാത്രക്കാരൻ്റെ നമസ്കാരത്തിൻ്റെ രൂപം. ജംഉ അനുവദനീയമാകുന്ന വിവിധ സന്ദർഭങ്ങൾ വിവരിക്കപ്പെട്ടു. ഇതിൽ ജംഉ പ്രബലമായ വീക്ഷണത്തിൽ അനുവദനീയമാകുന്ന ഘട്ടങ്ങളും പ്രബലമല്ലാത്ത വീക്ഷണമനുസരിച്ച് ജംഉ അനുവദനീയമാകുന്ന ഘട്ടങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി മഴ കാരണമായി ജംഉ അനുവദനീയമാണ്. വയജൂസുൽ ജംഉ ബിഉദ്രിൽ മതരി ബൈനൽ ളുഹരി വൽ അസ്രി തഖ്ദീമൻ ഫി വഖ്തിൽ ഊലാ മിൻഹുമാ ഇൻദ ശാഫിഈ. ശാഫിഈ ഇമാമിൻ്റെ അടുക്കൽ മഴ കാരണമായി ളുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ മുന്തിച്ച് ളുഹറിൻ്റെ സമയത്തേക്ക് മുന്തിച്ചുകൊണ്ട് ജമാക്കൽ അനുവദനീയമാണ്. വഖാല അബൂ ഹനീഫത വഅസ്ഹാബുഹു. അബൂ ഹനീഫ തങ്ങളും തൻ്റെ അനുയായികളും പറയുന്നത് ലാ യജൂസു ദാലിക മുത്ലഖൻ. ഈ മഴ കാരണമായി ളുഹറിനെയും അസറിനെയും മുന്തിച്ചുകൊണ്ട് ജമാക്കൽ മുത്ലഖൻ ഉപാധി കൂടാതെ അനുവദനീയമല്ല. വഖാല മാലിക്കുൻ വ അഹ്മദു. എന്നാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി ഇവർ പറയുന്നു യജൂസു ബൈനൽ മഗ്രിബി വൽ ഇശാ. മഗ്രിബിൻ്റെയും ഇശായിൻ്റെയും ഇടയിൽ ജമ്മു പറ്റും. ലാ ബൈനൽ ളുഹരി വൽ അസ്ർ. ളുഹർ അസ്റിൻ്റെ ഇടയിൽ പറ്റൂല. സവാഉൻ ഖവിയൽ മത്റു ഔ ളഅഫ. മഴ ശക്തമാണെങ്കിലും മഴ ശേഷി കുറഞ്ഞതാണെങ്കിലും ഒക്കെ മഗ്രിബിൻ്റെയും ഇശായിൻ്റെയും ഇടയിൽ ജമ്മു പറ്റും. ഇദാ ബല്ല സൗബ. ഈ മഴ വസ്ത്രത്തെ നനക്കുന്ന വിധത്തിലാണെങ്കിൽ. ഇങ്ങനെയാണ് റഹ്മത്തുൽ ഉമ്മയിൽ 4 മദ്ഹബിൻ്റെ വിഷയം പറയുന്നത്. വഅമ്മൽ വഹലു. അപ്പോൾ ചളി, പോകുന്ന സ്ഥലത്ത് ചളി ഉണ്ടെങ്കിൽ, മിൻ ഗൈരി മത്സരിൻ, മഴയൊന്നുമില്ല, എന്നാൽ ഫലാ യജൂസുൽ ജംഉ ബിഹി ഇൻദ ശാഫിഈ. ഇതു കാരണമായി ജംഉ അനുവദനീയം അല്ല എന്നാണ് ഇമാം ഷാഫി തങ്ങൾ പറയുന്നത്. വഖാല മാലിക്കുൻ വ അഹ്മദു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയും അഹ്മദ് റഹ്മത്തുള്ളാഹിയും പറയുന്നു യജൂസു. അഴുക്ക് ഉണ്ടെങ്കിലും ചളി ഉണ്ടെങ്കിലും ജംഉ അനുവദനീയമാണ്. റഹ്മത്തുൽ ഉമ്മ 46. ഇങ്ങനെ ജംഅക്കുന്ന ഈ ഒരു റുഖ്സ, വഹാദിഹി റുഖ്സത്തു തഖ്തസ്സു ബിമൻ യുസല്ലി ജമാഅത്തൻ ബി മസ്ജിദിൻ. ഈ റുഖ്സ പ്രത്യേകമാണ് ഒരു വ്യക്തിയെ കൊണ്ട്, യുസല്ലി അവൻ നമസ്കരിക്കും, ജമാഅത്തായി നിർവഹിക്കും, ബി മസ്ജിദിൻ ഒരു പള്ളിയിൽ, യഖ്സുദു അവൻ ഉദ്ദേശിക്കും, മിൻ ബുഇദിൻ അകലെ നിന്ന് ആ പള്ളിയെ അവൻ ഉദ്ദേശിക്കും, യതഅദ്ദ ബിൽ മത്രി ഫി തരീഖിഹി ആ പള്ളിയിലേക്ക്, അകലെയുള്ള ആ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ മഴ കൊണ്ട് അവൻ പ്രയാസപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്കാണ് ജംഉ പറ്റുക. ഫമ്മാമൻ ഹുവ ഫിൽ മസ്ജിദി. അപ്പോൾ പള്ളിയിൽ തന്നെ ഉള്ള ഒരു വ്യക്തി, ഔ യുസല്ലി ഫി ബൈത്തിഹി അതല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് അവൻ നമസ്കരിക്കുന്നത്, ജമാഅത്തായിട്ട് തന്നെയാണ്. ഔ യംശീലൽ മസ്ജിദ് അല്ലെങ്കിൽ പള്ളിയിലേക്ക് അവൻ നടന്നു പോകുന്നു, ഫി കന്നിൻ ഈ കന്ന് നിഴലിലൂടെ, ബിൽഡിങ്ങിൻ്റെ അതുപോലെയുള്ളതിൻ്റെയൊക്കെ നിഴലുകൾ നോക്കി അതിലൂടെ ചൂട് കൊള്ളാതെയും മഴ കൊള്ളാതെയും ഒക്കെയാണ് അവൻ നടക്കുന്നത് എങ്കിൽ, ഔകാനൽ മസ്ജിദു അതല്ലെങ്കിൽ ഈ ജമാഅത്തായി അവൻ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന പള്ളിയാണ് ഫി ബാബി ദാരിഹി ഓൻ്റെ വീടിൻ്റെ വാതിലിൻ്റെ അവിടെയാണ് എന്ന് പറഞ്ഞാൽ നടന്നു പോകാനും ദൂരമൊന്നുമില്ല. ഫഫീഹി ഖിലാഫുൻ ഇൻദ ശാഫിഈ വ അഹ്മദ. ഇത്തരം ഘട്ടത്തിൽ ജംഉ പറ്റുമോ എന്നതിൽ ഷാഫിഈ ഇമാമിൻ്റെ അടുക്കലും
അഹ്മദ് ഇമാമിന്റെ അടുക്കലും ഖിലാഫുണ്ട്. വൽ അസഹു ഫീ ദാലിക അദമുൽ ജവാസ്, ഇതിൽ പ്രബലമായത് ജംഉ ജായിസ് അല്ല എന്നുള്ളതുമാണ്. വഹുക്കിയ, ഹിക്കായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്ന ശാഫിഇയ്യ നസ്സ ഫിൽ ഇംലാഇ, ഇമാം ഷാഫി തങ്ങൾ തന്റെ ഇംലാ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, അലൽ ജവാസി, അത് ഇത്തരം സന്ദർഭങ്ങളിലും ജായിസാണ് എന്നതിൻ്റെ മേൽ. റഹ്മത്തുല്ലുമ്മ 46. ഷാഫി മദ്ഹബിലെ ഈ വിഷയത്തിലുള്ള ഹുക്മ്, വയജൂസുൽ ജംഉ ബൈനൽ ളുഹരി വൽ അസ്രി വബൈനൽ മഗ്രിബി വൽ ഇശാഇ ബിൽ മത്രി തഖ്ദീമൻ, മഴ കാരണമായി ളുഹർ അസറിൻ്റെയും മഗ്രിബ് ഇശാഇൻ്റെയും ഇടയിൽ ജംഉ അനുവദനീയമാണ്, മുന്തിച്ച് ജമാക്കൽ. ലിൽ മുഖീമി, യാത്രക്കാരനല്ല നാട്ടിൽ താമസിക്കുന്ന വ്യക്തിക്ക്, ബിശുറൂത്തി തഖ്ദീമി അസാബിഖത്തി, മുന്തിച്ച് ജമാക്കാനുള്ള ഷർത്തുകൾ അത് ശേഷം വിവരിക്കപ്പെടും. ആ ഷർത്തുകൾ അനുസരിച്ചുകൊണ്ട് ജമാക്കാം. റവൽ ശൈഖാനി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇമാം ബുഖാരി മുസ്ലിം ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു, അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സ്വല്ലാ ബിൽ മദീനത്തി സബ്അൻ, മദീനയിൽ റസൂൽ 7 ദിവസം നമസ്കരിച്ചു, ജമീഅൻ ഐ ജാമിഅൻ, ജംആക്കുന്നവരായി, വസമാനിയൻ 8 ദിവസവും നമസ്കരിച്ചു, ജമീഅൻ ജംആക്കുന്നവരായ നിലക്ക്, അൽളുഹറ വൽ അസ്റ വൽ മഗ്രിബ വൽ ഇശാ, ളുഹറിനെയും അസറിനെയും ജമാക്കി, മഗ്രിബിനെയും ഇശായിനെയും ജമാക്കി. വഫീ റിവായത്തിൽ മുസ്ലിമിൻ, ഇമാം മുസ്ലിം എന്നവർക്കുള്ള ഒരു റിവായത്തിൽ ഉള്ളത്, മിൻ ഗൈരി ഖൗഫിൻ വലാ സഫരിൻ, ഭയമോ യാത്രയോ കാരണമായി അവിടെ ഇല്ല, ആ നിലക്കാണ് ജമാക്കിയിട്ടുള്ളത്. വഖാലൽ ഇമാമു മാലിക്കുൻ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നു, ഉറാദാലിക ബിഉദ്രിൽ മത്രി, ഇതിനെ ഞാൻ മനസ്സിലാക്കുന്നു മഴ എന്ന ഉദ്ർ വെച്ചുകൊണ്ടാണ് ജമാക്കിയിട്ടുള്ളത് എന്ന്. വൽ ജദീദു, ജദീദായ ഖൗൽ ഇമാം ഷാഫി തങ്ങളുടേത്, മൻഉഹു തഖീറൻ, മഴ കാരണമായി പിന്തിച്ച് ജമാക്കൽ പാടില്ല എന്നാണ്. ലിഅന്നൽ മതറ ഖദ് യൻഖതിഉ ഖബ്ല അൻ യജ്മഅ, കാരണം അവൻ ജമാക്കുന്നതിന്റെ മുമ്പ് ചിലപ്പോൾ മഴ മുറിയാം, അപ്പൊ പിന്തിച്ച് ജമാക്കാൻ പറ്റൂല. വൽ ഖദീമു, ഇമാം ഷാഫി തങ്ങളുടെ ഖദീമായ ഖൗലുള്ളത്, ജവാസുഹു, ഈ പിന്തിച്ചും ജമാക്കൽ പറ്റും എന്നാണ്. കമാഫിൽ ജംഇ ബിസ്സഫരി, യാത്ര കൊണ്ട് ജമാക്കുമ്പോൾ പിന്തിച്ചും ജമാക്കാലോ, അതുപോലെ അത് പ്രകാരം തന്നെ. ഫയുസല്ലിൽ ലൂല മഅ സാനിയത്തി ഫി വഖ്തിഹാ, അപ്പോൾ ഒന്നാം നമസ്കാരത്തെ, അതായത് ളുഹർ അതുപോലെ മഗ്രിബ്, ഇതിനെ രണ്ടാം നമസ്കാരത്തോടുകൂടെ, ളുഹറാകുമ്പോൾ അസറിന്റെ കൂടെ, മഗ്രിബാകുമ്പോൾ ഇശാന്റെ കൂടെ പറ്റും, ഫി വഖ്തിഹാ, ആ രണ്ടാമത്തെ നമസ്കാരത്തിന്റെ വക്തിൽ നിസ്കരിക്കാം. സവാഉൻ ഇത്തസലൽ മത്റു അവ ഇൻഖതഅ, മഴ ചേർന്നു വരട്ടെ അതല്ലെങ്കിൽ മഴ മുറിയട്ടെ, രണ്ടാമത്തെ നമസ്കാരത്തിന്റെ വഖത്തിൽ ആ നമസ്കാരം നിർവഹിക്കുന്നത് വരെ മഴ ചേർന്ന് വരട്ടെ അതല്ലെങ്കിൽ മഴ മുറിയട്ടെ, രണ്ടായാലും പറ്റും. വഫിത് തഹ്ദീബി, തഹ്ദീബിൽ പറഞ്ഞത് ഐ ബിനാഅൻ അലൽ ജദീദി എന്നാണ്. അപ്പോ ഇദൻഖതഅ ഖബല ദുഖൂലി വഖ്തി സാനിയത്തി, മഴ മുറിഞ്ഞു, രണ്ടാം നമസ്കാരത്തിന്റെ വഖത്ത് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് മഴ മുറിഞ്ഞാൽ, ജദീദായ ഖൗലിന്റെ മേൽ എടുത്തുകൊണ്ട് തഹ്ദീബിൽ പറയുന്നു, ലം യജ്സുൽ ജംഉ, അവിടെ ജംഉ അനുവദനീയം അല്ല. വയുസല്ലിൽ ഊല ഫി ആഖിരി വഖ്തിഹാ, ഒന്നാം നമസ്കാരത്തിന്റെ അതിന്റെ ആഖിർ വക്തിൽ അവൻ നമസ്കരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അസറിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ളുഹർ നമസ്കരിക്കുക. വശർത്തു തഖ്ദീമി, ഈ മുന്തിച്ച് ജമാക്കാനുള്ള നിബന്ധന മഴ കാരണമായി, ഉജൂദുഹു അയൽ മത്തരി, മഴ ഉണ്ടാവലാണ്, അവലഹുമ അയ സലാത്തൈന്, 2 നമസ്കാരത്തിന്റെയും തുടക്കത്തിലുണ്ടാവണം, ആദ്യത്തിലുണ്ടാവണം. ലിയുഖാരിനൽ ജംഉ അൽ ഉദ്റ, ഈ ജംഉ ആക്കല് ഒരു കാരണത്തിനോട് അന്വരിച്ച് വരാൻ വേണ്ടി, മഴയാണല്ലോ കാരണം, അപ്പോൾ ആ ഒരു കാരണത്തിനോട് ഈ ജമാക്കൽ അന്വരിച്ചു വരാൻ വേണ്ടി 2 നമസ്കാരത്തിന്റെയും ആരംഭത്തിൽ മഴ വേണം, മുന്തിച്ച് ജമാക്കുമ്പോൾ ഷർത്ത്.
വലസഹു പ്രബലമായിട്ടുള്ളത് ഇഷ്തിറാത്തുഹു ഈ മഴ ഉണ്ടാവൽ ഷർത്താണ് ഇന്ദ സലാമിൽ ഊല അയ്ളൻ തുടക്കത്തിൽ മാത്രം പോരാ, ഒന്നാം നമസ്കാരം സലാം വീട്ടുമ്പോഴും വേണം. എന്തിനു വേണ്ടിയാണ് അത്? ലിയത്തസില ബി അവ്വലി സാനിയത്തി രണ്ടാം നമസ്കാരത്തിന്റെ തുടക്കത്തിനോട് ആദ്യത്തിനോട് ഈ മഴ ചേർന്ന് വരാൻ വേണ്ടിയാണ്. വലാ യളുറു ഖിതാഉഹു ഫി അസ്നാഇൽ ഊല ഒന്നാം നമസ്കാരത്തിന്റെ ഇടയിൽ ഈ മഴ മുറിഞ്ഞത് കൊണ്ട് പ്രശ്നമില്ല. അബിസ്ഥാനീയത്തി അതല്ലെങ്കിൽ രണ്ടാം നമസ്കാരത്തിന്റെ ഇടയിലും മുറിഞ്ഞത് കൊണ്ട് കുഴപ്പമില്ല. ഔ ബഅദഹ അതല്ലെങ്കിൽ രണ്ടാമത്തെ നമസ്കാരത്തിന്റെ ശേഷം മഴ മുറിഞ്ഞാലും പ്രശ്നമില്ല. സവാഉൻ ഖവിയുൽ മത്രി വ ദഈഫുഹു മഴ ശക്തമായതും ശേഷി കുറഞ്ഞതൊക്കെ ഇവിടെ സമമാണ്. ജംഉ പറ്റും. ഇദാ ബല്ല സൗബ ഈ ദഈഫായതും പിന്നെ ജംആക്കുന്നതിന് തടസ്സമല്ല. പക്ഷെ ഇതാ ബല്ല സൗബ വസ്ത്രത്തെ നനക്കുന്നുണ്ടെങ്കിൽ, വസ്ത്രത്തിനെ നനക്കുന്ന വിധത്തിലാണെങ്കിൽ അപ്പോൾ അതും ജമാക്കാനുള്ള ഒരു കാരണം തന്നെയാണ്. വസ്സൽജു വൽ ബറദു മഞ്ഞുകട്ട അതുപോലെ തന്നെ ബറദ് ഹിമം ഇതൊക്കെ മത്തരി മഴ പോലെ തന്നെയാണ്. ഇതാ റാബ അത് രണ്ടും ഉരുകി ഇങ്ങനെ വെള്ളമായി ഒലിക്കുമ്പോൾ, കാനലി ബല്ലി ഹിമ സൗബ അത് രണ്ടും വസ്ത്രത്തെ നനക്കുന്നുണ്ട്. ഫൈലം യദൂബ അത് രണ്ടും ഉരുകി ഒലിക്കുന്നില്ലെങ്കിലോ ഫലാ യജൂസുൽ ജംഉ ബിഹിമ ഇത് രണ്ടും കാരണമായി ജംഉ അനുവദനീയം അല്ല. വലദ്ഹറു അദ്ഹറായ വീക്ഷണം തഖ്സീസു റുഖ്സത്തി ഈ ജംആക്കാം എന്ന ആ റുഖ്സ പ്രത്യേകമാക്കപ്പെടലാണ്. ബിൽ മുസല്ലി ജമാഅത്തൻ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന വ്യക്തിയെ കൊണ്ട് പ്രത്യേകമാക്കലാണ് മുഅ്തമദ്. എവിടെ? ബി മസ്ജിദിൻ പള്ളിയിൽ നമസ്കരിക്കും. ഔ ഗൈരിഹി അതല്ലെങ്കിൽ പള്ളി അല്ലാത്തോടത്ത് നമസ്കരിക്കും. മദ്രസ റുബാത്ത് അതുപോലെയുള്ള മിൻ മവാദിൽ ജമാഅത്ത് നടക്കുന്ന ഏതു സ്ഥലങ്ങളിലും ആണ് അവൻ നമസ്കരിക്കുന്നത്. ബഈദിൻ അത് വിദൂരമായ ഒരു പള്ളിയാണ്, അല്ലെങ്കിൽ ജമാഅത്ത് നടക്കുന്ന സ്ഥലമാണ്. അൻ മഹല്ലിഹി അയൻ ബാബി ദാരിഹി ഓൻ നിലകൊള്ളുന്ന പ്രദേശത്തിനെ തൊട്ട് അതല്ലെങ്കിൽ ഓന്റെ വീടിന്റെ ആ ബാബിനെ തൊട്ട് വാതിലിനെ തൊട്ട് അകലെയാണ്. അങ്ങനെ വരുമ്പോൾ യതഅദാബിൽ മത്രി ഫീ തരീഖി പോകുന്ന വഴിയിൽ മഴ കൊണ്ട് അവൻ പ്രയാസപ്പെടും. അങ്ങനെയെങ്കിൽ അവർക്കാണ് ഈ മഴ കാരണമായി മുന്തിച്ച് ജമാക്കാം എന്ന റുഖ്സ ഉള്ളത്. ഖിലാഫിമാ ഇദന്തഫ ഷർത്തും മിൻ ദാലിക ഈ പറയപ്പെട്ട ഷർത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഷർത്ത് ഇല്ലാതെയായി പോയാൽ അപ്പോ പിന്നെ ഏതുപോലെ കാന യുസല്ലി ബി ബൈത്തിഹി ഓൻ തന്റെ വീട്ടിൽ തന്നെയാണ് നമസ്കരിക്കുന്നത്. മുൻഫരിദ ഒറ്റക്ക് ഔ ജമാഅത്തിന് അല്ലെങ്കിൽ ജമാഅത്തായിട്ട് വീട്ടിൽ ജമാഅത്തായിട്ടായാലും വേണ്ട, ഒറ്റക്കായാലും പാടില്ല. ഔ യംശീരൽ മുസല്ല അതല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തിലേക്ക് നടന്നു പോകും. ഫി കന്നിൻ ഈ വീടിന്റെയും മറ്റും നിഴലിലൂടെ അതിന്റെ ഓരം പറ്റി. ഔ കറുബ മിന്നു അതല്ലെങ്കിൽ ആ സ്ഥലത്തിനോട് ഓന അടുത്താണ്. ഔ യുസല്ലി മുൻഫരിദൻ ബിൽ മുസല്ല അതല്ലെങ്കിൽ മുസല്ലയിൽ അത് പള്ളിയാണെങ്കിലും ആ നമസ്കരിക്കുന്ന സ്ഥലത്ത് ഒറ്റക്കാ നമസ്കരിക്കുന്നത്, അങ്ങനത്തെ ആളാണ്. എന്നാലും ജമ്മു പറ്റൂല. കാരണം ലിന്തിഫ ഇവിടെ ഒന്നും ഈ പ്രയാസമില്ല, അതുകൊണ്ട് അവിടെ ജമ്മു പറ്റൂല എന്നാണ്. അതുപോലെ തന്നെ ഫലായ തറഖസു ലിന്തിഫായിൽ മശഖത്തി കാരണം ഇവിടെ പ്രയാസമില്ലല്ലോ. കഗൈരിഹി ഇവനല്ലാത്ത മറ്റുള്ളവർക്ക് ജമ്മു പറ്റാത്തതുപോലെ തന്നെ അൻഹു ഈ വ്യക്തിയെ തൊട്ട് മശഖത്തില്ല. സാനി പറയുന്നു യതറഖസു ഇത്തരം സന്ദർഭങ്ങളിലും അവർക്ക് റുഖ്സ ഉണ്ട്. ഏത്? വീട്ടിൽ വെച്ചത് കൊണ്ടാണ് അവൻ നമസ്കരിക്കുന്നത്, ഒറ്റക്കാണ് അല്ലെങ്കിൽ ജമാഅത്തായിട്ടാണ് അല്ലെങ്കിൽ പള്ളിയിലേക്ക് ഓന് ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ ഓരം പറ്റി അതിന്റെ തണൽ പറ്റി മഴ നനയാതെയാണ് പോണത്, അതല്ലെങ്കിൽ പള്ളി ഓന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്. എന്നാലും ജംഉ പറ്റും. ലിത്ലാഖിൽ ഹദീസ് ഹദീസിന്റെ പൊതുപ്രയോഗത്തിൽ ഇങ്ങനെയൊന്നും ഷർത്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പറ്റും. ഹദീസിന്റെ ഇത്ലാഖ് വെച്ചിട്ട് പൊതുപ്രയോഗം വെച്ചുകൊണ്ട് റുഖ്സ ഇവർക്കും പറ്റും എന്നാണ് സാനി പറയുന്നത്. മഹല്ലി 1 267 68
തുഹ്ഫ ഷർവാനി സഹിതം 2403